നമുക്ക് ഒരു ട്യൂണ മസാല ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന, ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബ്രെഡിൻ്റെ കൂടെയൊക്കെയും നല്ല കോമ്പിനേഷനായിട്ടുള്ള ട്യൂണ മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയ്ക്കകത്തുകൊണ്ട് ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 2-3 കൊച്ചുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പില, അതുമെല്ലാം ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് സവോള ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ സ്ലൈസായിട്ടാണ് സവോള അരിഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വളരെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ്, പിന്നെ തക്കാളി, പിന്നെ ഇതിനകത്ത് മസാലപ്പൊടിയായിട്ട് വെറും നമ്മൾ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് നമുക്ക് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമ്മുടെ ചങ്ക്സ് ആയിട്ടുള്ള ഒരു ട്യൂണ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഇപ്പോൾ റോൾസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ തോരനായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചോറിൻ്റെ കൂടെ ട്യൂണ, അതുപോലെ തന്നെ പയറ് മെഴുക്ക് പുരട്ടി, കോവയ്ക്ക മെഴുക്ക് പുരട്ടിയൊക്കെ കൂട്ടി തൈരൊക്കെ കൂട്ടി ഒരു അടിപൊളി ഊണ് കഴിച്ചു.